നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നെഗറ്റീവ് ചിന്തകളെ മാറ്റിയെടുക്കാനും പകരം പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം മുഴുവനായി പോസിറ്റീവായി നിൽക്കാനുമുള്ള ചില ടെക്നിക്കുകളാണ്. എന്നാൽ എല്ലാ നെഗറ്റീവ് ചിന്തകളും അപകടം പിടിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. നെഗറ്റീവ് ചിന്തകൾ പലപ്പോഴും നമുക്ക് പോസിറ്റീവായി മുന്നോട്ട് പോകാൻ സഹായകരമായ രീതിയിൽ വർത്തിക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഒരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഉണ്ടാകുന്ന ചില നെഗറ്റീവ് ചിന്തകളാണ് വഴിയിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള തടസ്സങ്ങളെ നമുക്ക് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. എന്റെ മനസ്സിലേക്ക് എല്ലായ്പ്പോഴും നെഗറ്റീവ് ചിന്തകളാണ് വരുന്നത് എന്നതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നമുക്ക് മറവി എത്രമാത്രം അനുഗ്രഹമാണോ, മറവി എന്നത് എല്ലായ്പ്പോഴും നമ്മൾ പറയുന്ന ഒന്നാണ്. മറന്നുപോയോ, ഈ മറവി കൊണ്ട് കഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എന്നാൽ യഥാർത്ഥത്തിൽ മറവി എന്നത് നമുക്കൊരു വലിയ അനുഗ്രഹമല്ലേ. മറവി എന്ന ആ മഹാ അനുഗ്രഹം നമുക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ല. നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്കുണ്ടാകുന്ന അപകടങ്ങളും മരണങ്ങളും മറ്റു സാഹചര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ മറക്കാനുള്ള ഒരു കഴിവ് നമുക്കില്ലായിരുന്നുവെങ്കിൽ നമ്മൾ മുന്നോട്ട് ജീവിക്കുക എന്നത് അസാധ്യമായ ഒന്നാണ്. എന്നതുപോലെ തന്നെയാണ് ഭയം. ഭയം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ ഭയമില്ലാത്ത ഒരവസ്ഥയാണ് എങ്കിൽ ആലോചിച്ചു നോക്കൂ, ഭയവും ഒരു അനുഗ്രഹമാണ്. ഭയമില്ലാത്തൊരവസ്ഥയാണ് എങ്കിൽ അപകടകരമായിട്ടുള്ള എന്തും ഏറ്റെടുക്കാനും അത് ചെയ്യാനും നാം ശ്രമിക്കും. ഉദാഹരണത്തിന് ഒരു പൊട്ടക്കിണറ്റിലേക്ക് എടുത്തു ചാടുന്നത് അവിടെ എന്തെങ്കിലും സംഭവിക്കും, എനിക്ക് അപകടം പറ്റും എന്നത് കൊണ്ടാണ് നാം അത് ചെയ്യാതിരിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഭയം നമുക്ക് അനുഗ്രഹമായതുപോലെ തന്നെയാണ് നെഗറ്റീവ് ചിന്തകളും നമുക്ക് അനുഗ്രഹമാണ്. ഇപ്പോ ഉദാഹരണത്തിന് നമുക്കറിയാം, മഞ്ഞപ്പിത്തമൊക്കെ പടർന്നു പിടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു യാത്ര പോകാൻ ശ്രമിക്കുകയാണ് എങ്കിൽ പോകുന്ന സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും വെള്ളം കുടിച്ചാൽ നമുക്ക് മഞ്ഞപ്പിത്തം വരുമോ, അല്ലെങ്കിൽ അസുഖം ബാധിക്കുമോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ട് യാത്ര മുടക്കുന്നതിന് പകരം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ചെന്നാൽ നമുക്ക് ഉപയോഗിക്കാനുള്ള വെള്ളവും ഒക്കെ കരുതി ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് ഇത്തരം നെഗറ്റീവ് ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും ഭയപ്പെടുക എന്നത് ഒരു നല്ല കാര്യമല്ല. നെഗറ്റീവ് ചിന്തകൾ നമുക്ക് അപകടകരമായി വരുന്നത് ഓവർ തിങ്കിങ് ആവുമ്പോഴാണ്. ആ നെഗറ്റീവിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് അതിനൊരു പരിഹാരവും കാണാതെ, ഒരു മുൻകരുതലും നമ്മുടെ മനസ്സിൽ കാണാതെ, അതുകൊണ്ട് നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ അല്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനത്തെ, നമ്മുടെ ജീവിതത്തെ അത് സാരമായി ബാധിക്കുമ്പോഴാണ് നെഗറ്റീവ് ചിന്തകൾ നമുക്ക് അപകടകരമായി വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിനെ മാറ്റി നിർത്തുക എന്നതാണ്. ഈ നെഗറ്റീവ് ചിന്തകളെ നാം മാറ്റി നിർത്തണം, പകരം പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരണം എന്ന് പറയുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ബിസിനസ്സുകളിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ ഇതുപോലെ തന്നെയാണ്. ഇതിനെ നെഗറ്റീവ് ചിന്തകൾ എന്നല്ല പറയാറുള്ളത്. ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതിനെ, നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്നതിന് കണ്ടിൻജൻസി പ്ലാനിങ് എന്നാണ് പറയാറ്. നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഇത്തരം നെഗറ്റീവ് ചിന്തകൾ നമ്മളെ സഹായിക്കുന്നു. ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും, എന്തു പറയും എന്നതാണ്. ആ ഭാഗത്തെ നമ്മൾ മാറ്റി നിർത്തിയാൽ മറ്റുള്ളവർ എന്തും പറയട്ടെ, അവർക്ക് എന്താ പറയാൻ കഴിയാത്തത്, നമ്മൾ ഏത് രീതിയിൽ നടക്കുകയാണ് എങ്കിലും പരമാവധി നമ്മളെ കുറ്റം പറയാനും പരിഹസിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകും. അത് മഹാരഥന്മാരായ ആളുകൾക്ക് പോലും ആ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നാം മുന്നോട്ട് പോകുക. മറ്റൊരു കാര്യം, മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യുക എന്നതാണ്. മറ്റുള്ളവന് കഴിഞ്ഞതുപോലെ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, മറ്റുള്ളവരിന് കിട്ടിയതൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ, മറ്റുള്ളവരിന് ഒരുപാട് സൗകര്യങ്ങൾ കിട്ടി, എനിക്കിതൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളെയും മറ്റുള്ളവരുമായി നമ്മൾ കമ്പയർ ചെയ്യുന്ന ആ സ്ഥിതിയും നമ്മൾ ഒഴിവാക്കിയാൽ ഒരു മഹാഭൂരിപക്ഷം വരുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയും. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ കൺട്രോളിൽ പെടാത്ത നെഗറ്റീവ് സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും.
ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അത് പോസിറ്റീവായി തോന്നിയെങ്കിൽ പോലും നമുക്കത് നെഗറ്റീവായിരിക്കും. അല്ല എങ്കിൽ നമ്മൾ അനുഭവിച്ചതാണ് കൊറോണ പോലെയുള്ള അസുഖങ്ങൾ വന്നപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ അതൊന്നും നമ്മുടെ കൺട്രോളിൽ പെട്ടതല്ല. ആ സമയങ്ങളിലൊക്കെ അതിജീവിക്കാനുള്ള സാധ്യതകളെ കണ്ടെത്തിക്കൊണ്ട് അതൊരു ട്രെയിനിങ് ആക്കി എടുത്ത് ഇനിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്ന് പഠിക്കാനുള്ള ഒരു അവസരമായി അതിനെ കണ്ടുകൊണ്ട് നെഗറ്റീവ് സാഹചര്യങ്ങളെയും പോസിറ്റീവായി കാണാൻ നാം ശ്രമിക്കുക. അതുപോലെ നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാൻ പാടില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല. ഹൈ, എന്നെ കൊണ്ടൊന്നും അതിന് കഴിയില്ല, ഞാനൊരു ഭാഗ്യം കെട്ടവനാണ്, ഞാൻ ഒന്നിനും കഴിയാത്തവനാണ് എന്നൊക്കെ രീതിയിൽ നമ്മളെ തന്നെ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക. ഭാഗ്യം കെട്ടവനാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഒന്നില്ല. ജീവിതത്തിൽ നമ്മൾ പിറകോട്ട് സഞ്ചരിച്ചാൽ ചെറുപ്പകാലം മുതൽ നമ്മൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് അച്ചീവ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ നടന്നത്, സംസാരിച്ചു തുടങ്ങിയത്, സ്കൂളിൽ പോയ സമയത്ത് നമ്മൾക്കുണ്ടായ ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ അച്ചീവ്മെന്റുകളാണ്. അങ്ങനെ നമ്മൾ പോസിറ്റീവായിരുന്നു, പിന്നീട് നമ്മൾ നെഗറ്റീവായി ചിന്തിച്ച് അത് നമ്മുടെ ഒരു സ്വഭാവമായി മാറുകയും നമ്മൾ അത്തരം പോസിറ്റീവുകളൊക്കെ മറന്നുകൊണ്ട് നമ്മൾ ഒന്നിനും പറ്റാത്തവനാണ് എന്ന രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയതാണ് പലരുടെയും പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ സ്വയം പഴിചാരാതെ, സ്വയം നെഗറ്റീവായിട്ട് ബ്ലെയിം ചെയ്യാതെ നമുക്ക് ഇതൊക്കെ കഴിയും, എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അന്നത്തെ കാലത്ത് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഇപ്പോൾ എന്തോ ഞാൻ ചിന്തിച്ച് ഞാൻ കുറച്ചു മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, എനിക്കെല്ലാറ്റിനും കഴിയുന്ന ആളാണ്, എനിക്കെല്ലാം ചെയ്യാൻ ഞാൻ ശ്രമിച്ചാൽ നടക്കുമെന്ന രീതിയിലുള്ള ചിന്തകളെ നമ്മൾ കൊണ്ടുവരിക എന്നതാണ് മറ്റൊരു കാര്യം. അതുപോലെ ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കാൻ, എല്ലാ കാര്യങ്ങളും പെർഫെക്ഷനോട് കൂടി ചെയ്യണം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കരുത്. ലോകത്തൊരാളും പെർഫെക്റ്റ് ആയിട്ടില്ല. എല്ലാവർക്കും അവരുടേതായ കുറവുകളുണ്ട്. നമുക്കും നമ്മുടേതായ കുറവുകളുണ്ട്, നമ്മുടേതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്, കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഉപയോഗിച്ച് നമ്മുടെ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നാം ശ്രമിക്കുക. ഇനി എന്തെങ്കിലും കുറവുകളുണ്ട് എങ്കിൽ അത് പ്രാക്ടീസിലൂടെ, നിരന്തരമായ പ്രാക്ടീസിലൂടെ ആ കുറവുകളെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു പെർഫെക്ഷനിലേക്ക്, പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യുന്നതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. ഒരിക്കലും പെർഫെക്റ്റ് ആവട്ടെ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഒന്നിനെയും മാറ്റിവെക്കാതിരിക്കുകയോ ഞാൻ പെർഫെക്റ്റ് അല്ല എന്ന് ചിന്തിക്കുകയോ ചെയ്യരുത്. ഞാൻ പെർഫെക്റ്റ് അല്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള ഒരാളും പെർഫെക്റ്റ് അല്ല. എല്ലാ ഇൻഡിവിജ്വൽസും യൂണിക്കാണ്. അവർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റിയും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അതനുസരിച്ചാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. എനിക്കും എൻ്റെതായ കഴിവുകളും കഴിവുകേടുകളും ഉണ്ട്. അതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എൻ്റെ കഴിവുകേടുകളെ പ്രാക്ടീസിലൂടെ എനിക്ക് അതെന്റെ കഴിവാക്കി മാറ്റാൻ കഴിയും, അതിനെ പോസിറ്റീവായി കൊണ്ടുവരാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം, ഒരു സെൽഫ് ടോക്ക് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഒരിക്കലും പെർഫെക്ഷന്റെ പുറകെ പോകാതെ നല്ല രീതിയിൽ നമ്മുടെ ഏറ്റവും നല്ല കഴിവുകൾ ഉപയോഗിച്ച് നമ്മുടെ ബെസ്റ്റ് വേർഷൻ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും പെർഫെക്ഷൻ നമ്മളെ തേടിയെത്തും. നമ്മൾ ഒരിക്കലും പെർഫെക്ഷന്റെ പുറകെ പോകേണ്ട യാതൊരു കാര്യവുമില്ല. മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഈ നെഗറ്റീവ് ഒക്കെ നമ്മുടെ ഒരു ഹാബിറ്റായി മാറിയ കാര്യങ്ങളാണ്. നമ്മുടെ ഹാബിറ്റുകൾ, നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തുക എന്നതാണ് നമ്മൾ പോസിറ്റീവായി മാറാനുള്ള ഏക കാര്യം. നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ സ്വഭാവമായി മാറിയതുപോലെ അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് നല്ല ഒരു ഹാബിറ്റ് രൂപപ്പെടുത്തുകയും നമ്മുടെ ജീവിതം സന്തോഷകരവും സമാധാനപൂർവവുമായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള ഹാബിറ്റ്സ് ഉണ്ടോ, സ്വഭാവങ്ങളുണ്ടോ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും അത് ആദ്യഘട്ടത്തിൽ നമ്മൾ കുറച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ, പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ, കുറച്ച് എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. കുറഞ്ഞ ദിവസങ്ങൾക്കകം അത് നമ്മുടെ സ്വഭാവമായി മാറുകയും നമ്മൾ അറിയാതെ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ
ഈ നെഗറ്റീവ് ചിന്തകളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി അത് ഓവറായി പോകുന്ന സമയത്ത് അതിനെ തടുത്തു നിർത്തി അതിനെ മാറ്റി, അത് ഓവറായി പോകുന്ന സമയത്ത് അതിനെ നിയന്ത്രിച്ചുകൊണ്ട് അതിനു മുകളിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് അപ്രമാദിത്യം നൽകാൻ, ഒരു പ്രാമുഖ്യം നൽകാൻ നാം ശ്രമിക്കുക. അതിലൂടെ നമ്മുടെ ജീവിതം എല്ലാ സമയത്തും പോസിറ്റീവായി കോൺഫിഡൻസോടുകൂടി നല്ല ഒരു പ്രസന്ന ഭാവത്തിൽ നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാം കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.